ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ കളിപ്പാട്ടം ഇതിൻ്റെ രൂപം ഇങ്ങനെ മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഈ കുഞ്ഞു കാറിൻ്റെ പിന്നിൽ 14 വർഷത്തെ നീണ്ട ഒരു കഥയുണ്ട്. എൻ്റെ ഒമാൻ പ്രവാസി ജീവിതകാലം, അന്ന് ഏകദേശം ഒരു മാസത്തെ ശമ്പളത്തോളം വില കൊടുത്ത് വാങ്ങിയ ഈ വണ്ടി ഇപ്പോൾ ഈ വണ്ടി കഴുകുന്ന ജ്യേഷ്ഠൻ്റെ മകന് വേണ്ടി ഞാൻ വിമാനം കയറ്റി നാട്ടിലെത്തിച്ചാണ്. അവരെല്ലാം ഓടിച്ച് മടുത്തപ്പോൾ അത് പതുക്കെ ഒരു മൂലയിലായി. വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ന് ഈ വണ്ടി ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നു. അതിന് ഞാനൊന്ന് പൊടി തട്ടിയെടുത്ത് എൻ്റെ മകന് വേണ്ടി ഒന്ന് പുതുപുത്തനാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിനെ കഴുകി വൃത്തിയാക്കി ദൂരയാത്രയ്ക്ക് ആദ്യം പാർസൽ അയക്കാൻ വേണ്ടി പൊതിഞ്ഞ് എൻ്റെ വണ്ടിയിൽ കയറ്റിയെങ്കിലും പാലക്കാട് നിന്നും കട്ടപ്പനയിലേക്ക് പോകുന്ന എൻ്റെ സഹപ്രവർത്തകരുടെ ഭർത്താവ് ഗോപകുമാർ സാറിൻ്റെ വണ്ടിയിൽ അതിനെ സുരക്ഷിതമായി കട്ടപ്പനയിലെത്തിച്ചു. അവിടെ എൻ്റെ വണ്ടിയെ കാത്തിരുന്നത് വണ്ടികളുടെ മാന്ത്രികൻ, യൂട്യൂബേഴ്സിൻ്റെ സ്വന്തം അരുൺ ബ്രോയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ നഴ്സായ അരുൺ ബ്രോ തൻ്റെ പാഷൻ കൊണ്ടാണ് കളിപ്പാട്ടങ്ങളുടെ ഒരു ഡോക്ടറായി മാറിയത്. വണ്ടിയുടെ ഓരോ പാർട്സും അദ്ദേഹം അഴിച്ചെടുത്ത് പെയിൻ്റ് അടിച്ച് കേടുപാടുകളെല്ലാം മാറ്റി എല്ലാ സ്പെയറും പുതിയ സ്പെയർ ഇട്ട് അദ്ദേഹം കാട്ടിയ ആ മാന്ത്രികം ഒന്ന് കണ്ടു നോക്കൂ. ശരിക്കും ഇതൊരു മെക്കാനിക് എന്ന് പറയാൻ പറ്റില്ല, ഒരു മെഡിക്കൽ കോളേജിലെ ഒരു സാറിൻ്റെ ഒരു കരവിരുത് എന്ന് വേണമെങ്കിൽ പറയാം. നോക്കൂ അദ്ദേഹത്തിൻ്റെ ഓരോരോ പണിയുടെ പെർഫെക്ഷൻ. നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഇപ്പോൾ സ്റ്റെപ്പിനെയാണ് വെക്കുന്നത്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പെർഫെക്ഷനായി തന്ന് അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പരിപൂർണത ഉറപ്പിക്കാൻ വേണ്ടി സ്വന്തം മകളെ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് പാർസലായി എൻ്റെ നാട്ടിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ആ കാത്തിരിപ്പ് അവസാനിച്ചു. കൊറിയർ വഴി വണ്ടി എൻ്റെ കയ്യിലെത്തി. ഒരു ചെറിയ കുട്ടിയുടെ ആകാംക്ഷയോടെ ആ പാർസൽ ബോക്സ് ഞാൻ കൊറിയർ ഓഫീസിൽ നിന്നും എൻ്റെ വണ്ടിയിലേക്ക് കയറ്റി അടച്ച് എൻ്റെ വീട്ടിലേക്ക്, ഏകദേശം 10 കിലോമീറ്റർ അപ്പുറത്തുള്ള എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു. കടമ്പഴിപ്പുറത്ത് നിന്നും പുലാപ്പെട്ടിയിലേക്ക്. വീട്ടുകാരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ വീട്ടുകാരുടെ മുന്നിൽ സുന്ദരമായി അരുൺ ബ്രോ എനിക്ക് പൊതിഞ്ഞ് നല്ല സുരക്ഷിതമായി അതിൻ്റെ മുകളിൽ വാർണിംഗ് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് സുരക്ഷിതമായിട്ട് തന്നെ അരുൺ ബ്രോ അത് പൊതിഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ഞാനത് അൺബോക്സ് ചെയ്തു. ഒടുവിൽ എൻ്റെ ആഗ്രഹം 10 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച ഞങ്ങളുടെ യഹിയ മോൻ ആ വണ്ടീൻ്റെ സീറ്റിലേക്ക് ഇരിക്കുകയാണ്. സുഹൃത്തുക്കൾ, തൻ്റെ പുതിയ വണ്ടി കണ്ട അവൻ്റെ മുഖത്ത് ആ സന്തോഷം, അത് മാത്രം മതി ഇത്രയും കാലത്തെ എൻ്റെ കാത്തിരിപ്പും പരിശ്രമവും എല്ലാം സഫലമായെന്ന് പറയാം. വണ്ടി മുറ്റത്തും റോഡിലും വീടിൻ്റെ ഉള്ളിലെല്ലാം അവൻ സഫാരി നടക്കും. ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, KL30D2024, അതായത് 2024 ഡിസംബർ 30 അവൻ്റെ ജന്മദിനം. അതുകൂടി ചേർത്ത് എനിക്ക് അരുൺ ബ്രോ റെഡിയാക്കി തന്നപ്പോൾ പൂർണ്ണതയായി. താങ്ക് യു അരുൺ ബ്രോ, ഒരു സ്വപ്നം സാധ്യമാക്കി തന്നത്. എന്തായാലും ഇതിൻ്റെ ചിലവ്, എക്സ്പെൻസ്, സമയം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കമൻറ്റിൽ വന്നോളൂ.